വിശദമായ വാർത്തകളിലേക്ക്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് UG പുനഃപരീക്ഷ അല്പസമയത്തിനകം. രാജ്യത്തെയും വിദേശത്തെ 5000-ലേറെ കേന്ദ്രങ്ങളിലുമായാണ് പരീക്ഷ. 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷയ്ക്കായി ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. 2.5 ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും 10,000-ലേറെ അർദ്ധസൈനികരെയും വിന്യസിച്ചു. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ക്യാമറ ദൃശ്യങ്ങൾ NTA-യുടെ പ്രത്യേക സംഘങ്ങൾ നിരീക്ഷിക്കും. രാജ്യത്തെ 551 വിദേശത്തെ 14 നഗരങ്ങളിലായി 5440 നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആശങ്കയില്ലാതെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. मेरा पूरा भरोसा है NTA के ऊपर, भारत की सभी राज्य सरकारों के ऊपर, जिला प्रशासन के ऊपर, भारत की शिक्षा जगत के ऊपर, विशेष करके भारत की विद्यार्थियों के ऊपर, भारत की व्यवस्था पे उनकी भरोसा है और आज भी भरोसा रहेगा. ये अटूट भरोसा बना रहे, ये मेरे उनको अपेक्षा रहेगा और शुभेच्छा रहेगा. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം 2ാം ദിനവും ജന്തർ മന്ദറിൽ തുടരുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. I would request the NEET students, please first go and attend your exam, give your exams. My best wishes with you, and don't worry, we are going to fight your battle here. You don't have to worry about the protest. But once you are done with your exam, please do come at Jantar Mantar. പരീക്ഷയ്ക്ക് ശേഷം ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളോട് അഭിജിത് ദീപ്കെ ആഹ്വാനം ചെയ്തു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.